ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ക്രാച്ച് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു ഗെയിം ഉണ്ടാക്കാമെന്നാണ്. അതായത് ഓൾറെഡി ഞാൻ പറഞ്ഞു എന്താണ് സ്ക്രാച്ച് എന്ന്. സ്ക്രാച്ച് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിം ഉണ്ടാക്കാം, എനിമേറ്റഡ് സ്റ്റോറീസ് ഉണ്ടാക്കാം, ആർട്ട് ഉണ്ടാക്കാം. അതിനൊക്കെ വേണ്ടിയാണ് സ്ക്രാച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് സ്ക്രാച്ചിനെ കുറിച്ച് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എന്തായാലും കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ല. അപ്പോൾ ഇവിടെ ഞാനൊരു ഇവിടുന്ന് കുറെ കോഡ് എടുത്തിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിന്റെ ബേസിൽ നിങ്ങൾക്ക് കാണാം ഒരു ഗെയിം എന്ന് പറയുമ്പോൾ ഇവിടെ ജമ്പിങ് ഗെയിമാണ്. ജമ്പിങ് ഗെയിം എന്ന് പറഞ്ഞാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, നിങ്ങളൊക്കെ ഫോണിൽ എപ്പോഴും കളിക്കുന്നതായിരിക്കും ജമ്പിങ് ഗെയിം. അതായത് ഇവിടെ ഒരു ക്യാരക്ടർ ഉണ്ടാവും, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ജമ്പ് ചെയ്യിക്കാം, കാറ്റിനോ ആണെങ്കിൽ ചിക്കിനോ. അപ്പോൾ അതിനിവിടെ കുറെ ഓബ്സ്റ്റക്കിൾസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ. ഇവിടെ ഞാൻ 2 എഗ്ഗാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന് എന്ത് ചെയ്യണം, ഇങ്ങനെ ജമ്പ് ചെയ്തിട്ട് പോകണം. ഈ ചിക്ക് ഇതിനെ ജമ്പ് ചെയ്ത് പോകണം. അപ്പൊ നിങ്ങളെ സ്കോർ വാല്യൂ എന്ത് ചെയ്യണം, കൂടണം. അല്ലെങ്കിൽ ഇതിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിം അവിടെ സ്റ്റോപ്പ് ആവും, എന്താ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണ് ജമ്പിങ് ഗെയിമിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് നോക്കാം അങ്ങനെ ഒരു സിമ്പിൾ ആയിട്ട് എങ്ങനെ ജമ്പിങ് ഗെയിമിനെ സ്ക്രാച്ച് വെച്ച് ഡിസൈൻ ചെയ്യാം. അപ്പൊ ഞാനിവിടെ ജസ്റ്റ് കുറച്ച് ബ്ലോക്ക് വെച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സ്ക്രാച്ചിൽ ജസ്റ്റ് നിങ്ങളെ ഇത് റൺ ചെയ്യാൻ കാണിക്കാൻ വേണ്ടിയിട്ട്, ഔട്ട്പുട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ ഫ്ലാഗ് ആണ് യൂസ് ചെയ്യാം. അപ്പൊ ഈ ഗ്രീൻ ഫ്ലാഗിൽ എന്ത് ചെയ്യാ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കണ്ടോ എഗ്ഗ് വരുന്നു, എഗ്ഗ് ഇങ്ങനെ വരും. അപ്പൊ ഇവിടെ ടച്ച് ചെയ്തു, അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് സ്കോർ ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ വരുന്ന സമയത്ത് നിങ്ങൾ കളിക്കുമ്പോൾ എങ്ങനെയാ, ഇത് വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യും. ഒന്നിക്കലും സ്പേസ് കീ ആവാം, അല്ലെങ്കിൽ ലെഫ്റ്റ് എയറോ റൈറ്റ് എയറോ ഏതെങ്കിലും വെച്ച് നിങ്ങൾ എന്ത് ചെയ്യും, ഈ ചിക്കിനെ ജമ്പ് ചെയ്യിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് സ്കോർ കൂടുക. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഗെയിം സ്ക്രാച്ച് സോഫ്റ്റ്വെയറിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് പറയുന്നത്. ഞാൻ ഫുൾ ആയിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് എന്ത് ചെയ്യാം, അതിന്റെ ഒരു ബേസിക് എങ്ങനെയാണ്, നിങ്ങൾ ജസ്റ്റ് തിങ്കിങ് പവർ കൂട്ടാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. നിങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്ത് ഇതിന്റെ ബേസിക്, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള ഒരു കാര്യം മാത്രം. അപ്പൊ ഞാനിവിടെ ജസ്റ്റ് ഇത് റൺ ചെയ്തു. റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു കീ വെച്ചിട്ട് ഇതിനെ എന്ത് ചെയ്യണം, ജമ്പ് ചെയ്യണം. അപ്പൊ സ്കോർ കൂടണം. അതാണ് ജമ്പിങ് ഗെയിമില്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഞാൻ ജസ്റ്റ് ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ഏതിലേക്ക് പോവാം, ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ സ്ക്രാച്ചിലേക്ക് ഞാൻ പോയി. ഞാൻ സൈൻ ഇൻ ഒന്നും ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഓൺലൈനായിട്ട് തന്നെ കാണിച്ചു തരാം. ഇവിടെ ക്രിയേറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗെയിം എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുക, അതിന്റെ ആദ്യത്തെ സ്റ്റാർട്ടിംഗ് വിൻഡോ തന്നെ വരും. നമുക്കറിയാം സ്റ്റാർട്ടിംഗ് വിൻഡോയിൽ നമ്മുടെ ക്യാരക്ടർ കാറ്റ് ഉണ്ടാവും. സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് എന്താ, കാറ്റാണ് ഡീഫോൾട്ട് ആയിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ കാറ്റ് വന്നിട്ടുണ്ട്, ഞാൻ ചിക്കിനെയാണ് ചൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് കാറ്റിനെയാണ് ജമ്പ് ചെയ്യിക്കണ്ടെങ്കിൽ കാറ്റ് വെച്ച് ചെയ്യാം. അപ്പൊ ഞാൻ ഈ കാറ്റിനെ ഡിലീറ്റ് ചെയ്തു. ഇവിടെ സ്ക്രാച്ചിൽ ഓരോ ക്യാരക്ടറിനെ പറയാ സ്പൈററ്റ് എന്നാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്, SPIRIT സ്പൈററ്റ് എന്നാണ്. അപ്പൊ ഞാൻ അതിനെ ഡിലീറ്റ് ചെയ്തു. പുതിയ ഒന്നിനെ എടുക്കണമെങ്കിൽ ചൂസ് എ സ്പൈററ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ, ഇവിടെ ഒരുപാട് കാണാം, ബാലറീന, അങ്ങനെ ഒരുപാട് കേസ് കാണാം, ബോള്, ബട്ടൺസ്, കാറ്റ്, എനിമൽസ് ആണ്. ഇപ്പൊ കാറ്റഗറി ആണെങ്കിൽ ഓരോന്നും നോക്കി തന്നെ എടുക്കാം. ഇവിടെ ഇപ്പൊ ഞാൻ ചിക്കിനെ കണ്ടു, ചിക്കിനെ എടുത്തു. ഇനി ഇതിന് കുറച്ചൊരു ഭംഗി കൂട്ടാം. ഇതിനൊരു ബാക്ക് ഡ്രോപ്പ് സെറ്റ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ടിന് സ്റ്റേജ് എന്നാ പറയാ. ഇവിടെയാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ. ഈ ഗ്രീൻ ഫ്ലാഗ് കൊടുക്കുമ്പോൾ ഇവിടെയാണ് കാണുക. അപ്പൊ ഇതിനൊരു കുറച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ ബാക്ക് ഡ്രോപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഈ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ. ഇപ്പൊ ചൂസ് എ ബാക്ക് ഡ്രോപ്പ് പോയാലും കുറെ ഇമേജസ് കാണാം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഞാൻ ബ്ലൂ സ്കൈ കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇനി ഇതിലൊരു ഇവിടെ നിന്ന് നമ്മൾ ഓരോന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇവിടെ എന്തൊക്കെയാണ് വരണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മാത്തമാറ്റിക്സിലെ ക്വാഡ്രാറ്റിക്കിന്റെ സംഭവങ്ങൾ അറിയണം. അത് എക്സിന്റെ വാല്യൂ, വൈന്റെ വാല്യൂ. ഞാൻ പറഞ്ഞല്ലോ, ഇതിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടെ അതിന്റെ വാല്യൂ ശരിക്കും പറയും, ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്. X -33യും അതിന്റെ Y വാല്യൂ 23 ആണെന്ന്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, Xും Yയും 0 ആയിരിക്കും മിഡിലാണെങ്കിൽ. അത് ജസ്റ്റ് ഞാൻ പറഞ്ഞ ക്വാഡ്രാറ്റിക്കിന്റെ നിങ്ങളെ കോൺസെപ്റ്റ് ഇല്ലേ, അത് തന്നെ. ഇവിടെ കണ്ടോ, ഈ സ്ക്രാച്ചിന്റെ വിൻഡോന്റെ കേസിൽ ഇങ്ങനെയാണ് വാല്യൂസ് വരുന്നത്. എക്സ് മിഡിലിൽ നിൽക്കുവാണെങ്കിൽ 2 വാല്യൂ എന്താ, എക്സും വൈയും എന്താണ്, 0 ആണ്. ഇത് വൈ ആണ്, വെർട്ടിക്കൽ ലൈൻ എന്ന് പറഞ്ഞാൽ വൈയും, ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയാൻ എന്താ, എക്സും ആണ്. അപ്പൊ ഇവിടെ വൈന്റെ വാല്യൂ മാക്സിമം 180ലേക്കാണ് പോവുക. മുകളിലേക്ക് എന്തായിരിക്കും, പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. താഴേക്ക് എന്തായിരിക്കും, നെഗറ്റീവ്, y -180 ആയിരിക്കും. എക്സ് അതുപോലെ റൈറ്റിൽ എന്തായിരിക്കും, പോസിറ്റീവ് ആണ്, 240. ഇവിടെ ഇപ്പത്തെ സൈഡിൽ -240 ആയിരിക്കും ലെഫ്റ്റില്. അപ്പൊ ഈ വാല്യൂസ് 180, ഈ 240 റേഞ്ചിലായിരിക്കും നമ്മൾ ആ സ്ക്രീൻ ഉണ്ടല്ലോ, സ്ക്രാച്ചിലെ ഈ സ്ക്രീനിന്റെ മാക്സിമം വാല്യൂ വരുന്നത്.
അപ്പൊ അത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വേണ്ട ഈ ബ്ലൂ കളറിലും ഓറഞ്ച് കളറിലും ഒക്കെ കുറെ ബ്ലോക്ക് ഇല്ലേ, അതിനെ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആദ്യം ഇതിങ്ങനെ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ പൊസിഷൻ ഇങ്ങനെ മാറുന്നുണ്ട്, അതായത് എക്സും വൈയും മാറുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ സൈസും നിങ്ങൾക്ക് വേണമെങ്കിൽ കുറക്കാം. കാരണം ഇവിടെ എന്താ സൈസ് 100 ആണ്. ഇപ്പൊ ഞാനൊരു 50 ഇത് മാറ്റി ഞാനൊരു 50 കൊടുത്തു കഴിഞ്ഞാൽ അത് എന്താ ഒരു കുഞ്ഞിയാവും, ചെറിയതായി, ഇതൊരു സുഖമില്ല, കാണുന്നില്ല. അപ്പൊ ഞാൻ സൈസ് മാറ്റി 100 തന്നെ കൊടുത്തു. അപ്പൊ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. ഇനി നമ്മളെ ഗെയിമിലേക്ക് പോവാം. ജമ്പിങ് ഗെയിമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യത്തെ സ്റ്റെപ്പ് എന്തായാലും എങ്ങനെയാണ് ജമ്പ് ചെയ്യാം, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് കോഡിങ് എഴുതേണ്ടത്, ഏത് ബ്ലോക്ക് ചൂസ് ചെയ്യണമെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ജമ്പ്, ഇപ്പൊ ഇവിടെയാണല്ലെങ്കിൽ ജമ്പ് ചെയ്യിക്കാന്ന് പറഞ്ഞാൽ എന്താ, മുകളിലേക്കാന്ന് പറഞ്ഞാൽ അതിന്റെ വൈ വാല്യൂ ആണ് എന്ത് ചെയ്യാം കൂടേണ്ടത്. ഇപ്പൊ ഞാൻ ഇവിടെ വെച്ചപ്പോ വൈന്റെ വാല്യൂ 35, മുകളിലേക്ക് ജമ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, വൈ വാല്യൂ കുറച്ച് കൂടണം, 49 ആവണം. എക്സിന്റെ വാല്യൂ ഇതേപോലെ പോവാണ് മാറ്റുന്നത്, പക്ഷെ വൈവിന്റെ വാല്യൂ എന്ത് ചെയ്യണം, കൂടണം. താഴോട്ടേക്കാണ് ജമ്പ് ചെയ്ത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരുമ്പോൾ വൈന്റെ വാല്യൂ എന്ത് ചെയ്യും, കുറയും. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഇവിടെ ഏതെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് മേലോട്ടേക്കും താഴോട്ടേക്കും മൂവിയായിട്ട് ബന്ധപ്പെട്ട ഓരോ ബ്ലോക്കും ഈ മോഷനിലാണ് ഉണ്ടാവുക. ഇത് മൊത്തം ഇങ്ങനെ എടുത്താൽ തന്നെ എല്ലാം ഉണ്ടാവും, പക്ഷെ ഈ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കണ്ടോ ഓരോരോ കളറും കൊടുത്തിട്ടുണ്ട്. ഓറഞ്ച് കളറിൽ കുറെ കോഡ്, കുറച്ച് കളർ ഗ്രീന്, അങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ. അപ്പൊ ഇവിടെ വൈന്റെ വാല്യൂ ആണ് നമ്മൾ കൂട്ടി കൊടുക്കേണ്ടത്, കാരണം നമുക്ക് മുകളിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്, ജമ്പ് ചെയ്യേണ്ടത്. അപ്പൊ മുകളിലേക്ക് ജമ്പ് ചെയ്യാനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് രണ്ടുണ്ടോ, ചേഞ്ച് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ലെഫ്റ്റും റൈറ്റിലേക്ക് മൂവ് ചെയ്യണം. എക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് നമുക്കിങ്ങനെ നേരെ പോകാൻ വേണ്ടിയിട്ടാണ്. എക്സിന്റെ വാല്യൂ എന്നാൽ ഇങ്ങനെയല്ലേ പോവാം, 10 സ്റ്റെപ്പ് ഇതിങ്ങനെ മുന്നോട്ടേക്ക് നടക്കണം. പക്ഷെ നമുക്ക് മേലോട്ടേക്കാണ് പോകേണ്ടത്. മേലോട്ടേക്ക് പോകണമെങ്കിൽ എന്താ, ഈ കോഡാണ് എടുക്കേണ്ടത്, ചേഞ്ച് y/10. അപ്പൊ ചേഞ്ച് y/10 എന്ന് പറഞ്ഞ് ഞാനിവിടെ കൊടുത്തു. ഇനി ഇത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്ക്, ഒരു 10 സ്റ്റെപ്പ് മുകളിലേക്ക് പോയിട്ടുണ്ടാവും. വീണ്ടും ഒന്നുകൂടി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, വീണ്ടും 10 സ്റ്റെപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ 10 ഇങ്ങനെ കൂടും. പക്ഷെ അത് പെട്ടെന്ന് മനസ്സിലാവല്ലോ, കാരണം 10 സ്റ്റെപ്പ് മാത്രമാണ് അതെന്ത് ചെയ്യുന്നത്, മുകളിലേക്ക് പോകുന്നത്. ഇനി ഞാൻ ഇതിന്റെ വാല്യൂ 10ന് പകരം 100 കൊടുത്തു. എന്നിട്ട് കൊടുത്തൊക്കെ കണ്ടോ, ഒറ്റയടിക്ക് കയറി, അത്രയും മേലോട്ടേക്ക് പോയി. ആ രീതിയിലാണ് നമ്മൾ ഇവിടുന്ന് തിരഞ്ഞെടുക്കേണ്ടത്. ഇനി ഞാൻ 100 കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്കിപ്പം ജസ്റ്റ് 100 കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എന്താ മുകളിലേക്ക് പോകുന്നുണ്ട്. അതിന് പകരം 100 കൊടുക്കാതെ തന്നെ എന്ത് ചെയ്യാം, 10 തന്നെ കൊടുത്തു. പക്ഷെ എന്ത് ചെയ്യാം, അത്രയും തന്നെ റിപ്പീറ്റ് അടിപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മേലോട്ടേക്ക് കയറ്റാം. ആ രീതിയിലാണ് വേണമെങ്കിൽ കോഡ് എഴുതാം, അതായത് ബ്ലോക്ക് എഴുതാം. അപ്പൊ ഞാൻ ചേഞ്ച് y/10 എന്നാണ് ഇത്ര പോയി. ഇങ്ങനെ എത്ര പ്രാവശ്യം പോയാലും 100 ആവാം. 10 പ്രാവശ്യം പോയാൽ എന്ത് ചെയ്യാൻ പറ്റും, 100 സ്റ്റെപ്പ് ആവുമല്ലോ. 10 പ്രാവശ്യം 10 കൂടിക്കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് തന്നെ ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ, നിങ്ങൾക്ക് റിപ്പീറ്റ് 10 ആണോ. ഞാൻ ഇങ്ങനെ കൊടുത്താലേ, ഇങ്ങനെ കൊടുത്തു റിപ്പീറ്റ് 10 പ്രാവശ്യം ഇതിങ്ങനെ ചെയ്തോണ്ടിരിക്കണം. അതായത് വൈകിന്റെ വാല്യൂ കൂടണം. അത് ഇത് മാത്രം ചെയ്യുമ്പോൾ 10 ഇത്തിരി കൂടിയേ ഉള്ളൂ, 10 സ്റ്റെപ്പ് കൂടിയിട്ടേ ഉള്ളൂ. അതിങ്ങനെ 10 പ്രാവശ്യം ചെയ്യാന്നാണ് ഇതിന്റെ അർത്ഥം, റിപ്പീറ്റ് ചെയ്യിക്കാം. അപ്പൊ എന്ത് ചെയ്യും, ഒരു 100 സ്റ്റെപ്പ് കൂടി വരും. നിങ്ങൾ 100 എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെ അതിന്റെ അതേ വർക്കിംഗ് എന്ത് ചെയ്യും, ഈ രീതിയിലും നടക്കും. റിപ്പീറ്റ് 10 കൊടുത്താൽ കണ്ടോ, ഇതിപ്പോ ഞാൻ നേരത്തെ പോലെ ഇവിടെ നിൽക്കാണ്, 10 ഇത്തിരി അല്ലേ കൂടുതൽ, ഇത് രണ്ടും കൂടി ഇതിപ്പോ കണ്ടോ മൊത്തം അത്രയും സ്റ്റെപ്പ് 100 സ്റ്റെപ്പ് അങ്ങ് കയറിയിട്ടുണ്ടാവും. അതാണ് ഇതിന്റെ ഇത്. നമ്മള് കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കുക, അതിനനുസരിച്ച് ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, പല കളറിൽ കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും, അതിനാ ഇവിടേക്ക് എഴുതുക. അതായത് കോഡിംഗ് ഒന്നും അറിയണ്ട, ജസ്റ്റ് വിഷ്വൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സ്ക്രാച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇതിപ്പോ മുകളിലേക്ക്, ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മുകളിലേക്കല്ലേ പോകുന്നത്. അതേപോലെ ജമ്പ് ചെയ്യുമ്പോൾ എന്താണ്, താഴോട്ടേക്ക് വരണ്ടേ ആ ഓബ്സ്റ്റക്കിൾസിന്. അതായത് ഇപ്പൊ എഗ്ഗിനെയാണെങ്കിൽ എഗ്ഗിനെ ടച്ച് ചെയ്യാതെ താഴോട്ടേക്കും വരണ്ടേ. അപ്പൊ താഴോട്ടേക്ക് വരണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, വൈന്റെ വാല്യൂ താഴോട്ടേക്ക് വരുവാന്ന് പറഞ്ഞാൽ വൈ വാല്യൂ നെഗറ്റീവ് ആവണം താഴോട്ടേക്ക് വരുമ്പോൾ. മേലോട്ടേക്കാണ് വൈ പോസിറ്റീവ് ആവുന്നത്, പക്ഷെ താഴോട്ടേക്ക് എന്താവും, നെഗറ്റീവ് ആണ്, പക്ഷെ വൈ തന്നെ. അപ്പൊ നമ്മൾ വീണ്ടും പോയിട്ട് ചേഞ്ച് വൈ തന്നെയാണല്ലോ, എക്സിന് ഒരു മാറ്റമില്ല. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ റൈറ്റും ലെഫ്റ്റിനെ മാത്രം കൺട്രോൾ ചെയ്യാനാണ്, പക്ഷെ ഇവിടെ മുകളിലും താഴോട്ടുമാണ് പോകേണ്ടത്. അപ്പൊ y/10 തന്നെ നമ്മൾ എടുത്തു. പക്ഷേ താഴോട്ടേക്കാവുമ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, നെഗറ്റീവ് കൊടുക്കണം, -10 കൊടുക്കണം. ഓക്കെ, അപ്പൊ താഴോട്ടേക്ക് വരും. ഇവിടെ ഇത് മാത്രം ഞാൻ
ക്ലിക്ക് ചെയ്ത് കണ്ടോ, ഒരു ചെറിയ -10 താഴോട്ടേക്ക് വന്നിട്ടുണ്ടാവും. -10. ഇനിയിപ്പോ -100 കൊടുത്തു കഴിഞ്ഞാൽ, -100 മാത്രം കൊടുത്തിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഒറ്റയടിക്ക് ഇറങ്ങി. ഇനി ആ -100 ഒറ്റയടിക്ക് ഇത്രയും ദൂരെ പോകണമെങ്കിൽ -10 തന്നെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഒരു റിപ്പീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലും നമുക്ക് എഴുതാം. അതായത് നിങ്ങൾ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ കാണാം റിപ്പീറ്റ്, അതായത് 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യിപ്പിച്ചാൽ മതി. അങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യുമ്പോഴും ഒരുമിച്ച് താഴോട്ടേക്ക് ഇറങ്ങും. അപ്പൊ ജസ്റ്റ് മുകളിലോട്ടേക്ക് ഇറങ്ങുന്നതും താഴോട്ടേക്ക് ഇറങ്ങുന്നതും അറിയണമെങ്കിൽ നമ്മൾ ആ വാല്യൂ വെച്ചിട്ടാണ്, വൈൻ്റെ വാല്യൂ വെച്ചിട്ടാണ് നമ്മളത് ഡിസൈൻ ചെയ്ത് എടുത്തത്. ഇനി ഇത് രണ്ടും കൂടി, ഇപ്പൊ ഈ 2 കോഡ് ഞാൻ 2 ഭാഗത്ത് എഴുതിയിട്ടാണ് ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തന്നത്. ഇത് രണ്ടും കൂടി ഞാൻ ഒരുമിച്ചാക്കി, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി കേട്ടോ ഒരുമിച്ചാക്കാൻ. എന്നിട്ട് ഞാൻ റൺ ചെയ്ത് കണ്ടോ, മേലോട്ട് പോയി താഴോട്ടേക്ക് വന്നു. ശരിക്കും നമുക്ക് അതല്ലേ ചെയ്യേണ്ടത്, ഒരു എഗ്ഗിനെ കാണുമ്പോൾ ജമ്പ് ചെയ്ത് പോവുക. അപ്പോൾ ജസ്റ്റ് എന്താ, താഴെ പോയി മേലെ വന്നു ഡെക്ക്. അപ്പൊ ഇതാണ് ഇതിലെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് നമ്മളെ കീ അനുസരിച്ചാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. ഒന്നിക്കൽ ലെഫ്റ്റ് എറോ കീ, അല്ലെങ്കിൽ റൈറ്റ് എറോ കീ, അല്ലെങ്കിൽ സ്പേസ് ബാർ കീ പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഈ ഇതെന്ത് ചെയ്യാം, ചിക്കോ ഏത് ക്യാരക്ടർ ആണെങ്കിൽ അതിനെന്ത് ചെയ്യുക, ജമ്പ് ചെയ്യണമെന്ന് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ ആ രീതിയിൽ ഏതെങ്കിലും കോഡ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവന്റ്സിലാണ് അതൊക്കെ ഉണ്ടാവുക. അതായത് നിങ്ങൾ ഏതെങ്കിലും ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഇതെന്ത് ചെയ്യണം, അത് ചെയ്യണം എന്നുള്ളതാണ് ഇവന്റിന്റെ അർത്ഥം. ഒരു ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കീ, ഇപ്പൊ സ്പേസ് ബാർ ആണെങ്കിൽ സ്പേസ് ബാർ കീ പ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഈ ചിക്ക് ജമ്പ് ചെയ്യണം. അതാണ് നമ്മുടെ ഐഡിയ. അപ്പൊ ഇവന്റ്സിൽ ഞാൻ പോയി, ഇവന്റ്സ് പോയപ്പോൾ ഇവിടെ ഉണ്ട് ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ചെയ്യാം, അല്ലെങ്കിൽ സ്പേസ് കീ, അങ്ങനെ കുറെ ഓപ്ഷൻസ് കാണാം. ഇവിടെയൊക്കെ കുറെ വലിയ വലിയ അപ്ലിക്കേഷൻസ് ആവും. എന്നെ ഈ റിസീവ് മെസ്സേജ് കിട്ടുമ്പോൾ എന്താണ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി കാണാം. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് വെൻ സ്പേസ് കീ പ്രസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തു. ഓക്കെ, അത് ഇതിന്റെ കൂടെ ആഡ് ചെയ്തു. സ്പേസ് കീ തന്നെ ആവണമെന്നില്ല, നിങ്ങൾക്ക് ഇപ്പം ഫോണിൽ അല്ലെങ്കിൽ ലാപ്പിലൊക്കെ ലെഫ്റ്റ് എയറോ റൈറ്റ് കീ വേണമെങ്കിൽ അതും ഉണ്ട് കേട്ടോ. അപ്പ് എയറോ ഡൗൺ എയറോ ലെഫ്റ്റ്, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ലെറ്റർ കൊടുക്കുമ്പോഴാണ്. അത് അങ്ങനെയാണല്ലോ നമ്മളെ ഗെയിം ഉണ്ടാവുക. ഗെയിം കളിക്കുന്ന സമയത്ത് നിങ്ങളുടെ സൈഡിലുണ്ടാവും ഏത് ചെയ്താലാണ് ജമ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പൊ ഞാനിവിടെ സ്പേസ് കീ പ്രസ്ഡ് ആണ് കൊടുത്തത്. അപ്പൊ ഇതെല്ലാം കൂടി ഇനിയിപ്പോ ഒരുമിച്ചാകുമ്പോൾ ഇത് ജമ്പ് ചെയ്യും. അതോടൊപ്പം ഞാനിപ്പോ ലാപ്പിൽ ഇങ്ങനെ ഇതാക്കുന്നതിന് പകരം ഈ കോഡ് കൊടുത്തിട്ട് ജസ്റ്റ് സ്പേസ് ബാർ കീ ഇല്ലേ, സ്പേസ് കീ പ്രസ് ചെയ്താൽ എന്ത് ചെയ്യും, ശരിക്കും ജമ്പ് ആവും. അതായത് നമ്മളാണ് അപ്പോൾ കൺട്രോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ സ്പേസ് മാറിയിട്ട് നിങ്ങൾ അപ്പേറോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ ലാപ്പിലോ അങ്ങനെ അപ്പേറോ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് മേലെ പോയി താഴെ ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി ഞാൻ പറയാം, ഇത് ഈ കീ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് പോകണം. അങ്ങനെയാണെങ്കിലും അതിന് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ സൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലേ, അവിടെ പോയാൽ മതി. അവിടെ എന്താ സ്റ്റാർട്ട് സൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ, ഇതാ സ്റ്റാർട്ട് സൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് സൗണ്ടും കൂടി വേണമെങ്കിൽ, അതായത് നിങ്ങൾ സ്പേസ് ഇവിടെ ഇപ്പൊ അപ്പേറാണ്, ഇപ്പൊ സ്പേസിലേക്ക് ആണെങ്കിൽ സ്പേസ് കൊടുത്തു. സ്പേസ് കീ നിങ്ങൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ചിക്ക് എന്ത് ചെയ്യണം, സൗണ്ട് ഉണ്ടാക്കിയിട്ട് 10 സ്റ്റെപ്പ് മുകളിലേക്ക്, അത് വൈ വാല്യൂ ആണ് മുകളിലേക്ക് എന്ന് പറയുമ്പോൾ 10 സ്റ്റെപ്പ് മുകളിലേക്ക് പോയിട്ട് വീണ്ടും എന്ത് ചെയ്തു, 10 റിപ്പീറ്റ് ചെയ്യും. അപ്പൊ 100 സ്റ്റെപ്പോളം പോകും. 100 സ്റ്റെപ്പ് മുകളിലേക്ക് പോയിട്ട് വീണ്ടും താഴോട്ടേക്ക് വരും. ഇതാണ് നമ്മളെ ഡിസൈൻ ചെയ്തതിന്റെ മീനിങ്. ഇനിയിപ്പോ ഞാനിത് മൊത്തമായിട്ട് റൺ ചെയ്ത് കണ്ടോ, സൗണ്ട് കണ്ടോ, സൗണ്ട് ഉണ്ടാക്കിയിട്ട് മേലോട്ടേക്ക് പോയി താഴോട്ടേക്ക് വന്നു. കാരണം വൈൻ്റെ വാല്യൂ ഒരു 100 പോയി, തിരിച്ച് വൈൻ്റെ വാല്യൂ താഴോട്ടേക്ക് വരുമ്പോൾ 100 കുറഞ്ഞു വന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് അതിന്റെ സ്റ്റാർട്ടിങ് മാത്രമാണ് പറഞ്ഞത്. അപ്പൊ ഓരോന്നും ആ ഗെയിം കളിക്കുന്ന സമയത്ത് എന്താണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയാണ് നടക്കേണ്ടതെന്ന് നിങ്ങൾ ആലോചിച്ചോക്കുക. അതിനനുസരിച്ചുള്ള ബ്ലോക്ക് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈൻ ചെയ്തെടുക്കണം. അങ്ങനെയാണ് ചെറിയ ഗെയിംസ് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി ഇത് മാത്രമല്ല, ഇനി നമ്മൾ ഈ ചിക്കിന്റെ മാത്രം കാര്യമാണ് ചെയ്തത്. ഇനി ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് പറയുകയാണെങ്കിൽ എന്താ, നമുക്ക് എന്തിനാ പാസ് ചെയ്ത് പോകണം എന്നുണ്ട്. ഇപ്പൊ ഞാൻ എഗ് ആണെങ്കിൽ നമുക്ക് അടുത്ത ചൂസ് എ സ്പൈററ്റ്, അവിടെ നിന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടത് ഏതിനെയാണോ പോകേണ്ടത് അത് പാസ് ചെയ്ത് പോകേണ്ടതെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. ഓക്കെ, ഇവിടെ എഗ് ഇതാ. അപ്പൊ ഞാൻ എഗ്ഗിനെ എടുക്കാം. അപ്പൊ എഗ്ഗിനെ പാസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം, ടച്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം, അതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്ത് എടുക്കണം. ഇതിപ്പം എഗ്ഗിന്റെ കേസിലാകുമ്പോൾ ഇവിടെ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല കേട്ടോ. ഇവിടെ ചിക്കിലാണ് നമ്മളെല്ലാം എഴുതിയത്. ഓരോന്നിനെയും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് എഴുതിയത് ഇവിടെ ഇങ്ങനെ കാണിക്കും.
ആ രീതിയിൽ നമ്മൾ ഇവിടുന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ചെറിയ ഗെയിംസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിനെ മൊത്തമായിട്ടൊരു കോഡിങ് എഴുതിയിട്ട് അത് മൊത്തം ബ്ലോക്കും അറേഞ്ച് ചെയ്തിട്ട് നേരത്തെ കാണിച്ചതുപോലെ എന്താ ഇങ്ങനെ പാസ് ചെയ്ത് വരുമ്പോൾ ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യുമ്പോൾ ജമ്പ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇന്നത്തെ വീഡിയോ ജസ്റ്റ് നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക. ജസ്റ്റ് കോഡിങ് വെച്ചിട്ട് എങ്ങനെ ജസ്റ്റ് മുകളിലേക്കും താഴോട്ടേക്കും മൂവ് ചെയ്യുന്ന. കാരണം ജസ്റ്റ് ആ പൊസിഷൻ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ആ പൊസിഷന്റെ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന് മാച്ചായിട്ട് ഇവിടുന്ന് കാര്യങ്ങൾ ചൂസ് ചെയ്ത് ഇവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റൂ. അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തിങ്കിങ് പവർ തന്നെ ഒരു ലോജിക്കൽ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി ഇതിന്റെ നെക്സ്റ്റ് ഇത് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.